ന്യൂസ് കണ്ണൂർ. ദുരന്ത മേഖലയിൽ കൈത്താങ്ങായി തൃശൂർ ഏനാമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് 1.5 ലക്ഷം രൂപ. കൊച്ചി താലൂക്ക് ഓഫീസിലെ കസേരയിൽ പാമ്പിനെ കണ്ടത് ഇരിക്കാനായി കസേര വലിച്ചിട്ടപ്പോൾ കസേരയോട് ചേർന്നു നിൽക്കുന്ന കുഴിയിൽ നിന്ന്. കഴിഞ്ഞ ദിവസം താലൂക്ക് ഓഫീസിലെ ശുചിമുറിയിലും പാമ്പിനെ കണ്ടു. സമീപ പ്രദേശം കാട് പിടിച്ച് കിടക്കുകയാണെന്നും ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമെന്നും പരാതി. വിദ്യാരംഗം കലാസാഹിത്യവേദി ഉപജില്ലാ സാഹിത്യ സെമിനാർ കോട്ടയം ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു. പരിപാടി മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ A.K. അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അന്നമനട കുടുംബി കോളനി നിവാസികളുടെ ആശങ്ക ഒഴിയുന്നു. ചാലക്കുടി പുഴയോരത്തെ പാർശ്വഭിത്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 2023-24 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്ന് 75 ലക്ഷം രൂപ വകയിരുത്തിയാണ് നിർമ്മാണം. തൃശൂർ തിരുഹൃദയ ലത്തീൻ ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ജന്മദിനാഘോഷത്തിൽ താരമായി ജന്മദിന കേക്ക്. ചാലക്കുടി ഓറഞ്ച് ബേക്കറിയുടെ നേതൃത്വത്തിൽ 829 കിലോ തൂക്കവും 101 അടി നീളവുമുള്ള കേക്ക് നിർമ്മിച്ചു. കൂറ്റൻ കേക്കിൽ പുണ്യാളന്റെ ചിത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട്. തൃശൂർ തിരുഹൃദയ ലത്തീൻ ദേവാലയത്തിൽ നിർധനരായ ഡയാലിസിസ് രോഗികളുടെ ചികിത്സയ്ക്കായി 10 ലക്ഷം രൂപ കൈമാറി. പറവൂർ ഡോൺ ബോസ്കോ ഹോസ്പിറ്റൽ, തൃശൂർ അമല ഹോസ്പിറ്റൽ, തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ എന്നീ ആശുപത്രികൾക്കാണ് കോട്ടപ്പുറം രൂപത വികാരി ജനറൽ റോക്കി റോബി കളത്തിൽ തുക നൽകിയത്. തൊഴിൽ രഹിതരായ സ്ത്രീകൾക്ക് 5 തയ്യൽ മെഷീനുകളും കൈമാറി. തിരുവനന്തപുരം കൊല്ലങ്കാവ് ജംഗ്ഷനിൽ മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂക്ഷം. ഓടകളിൽ മാലിന്യം നിറഞ്ഞതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ. പൊതുമരാമത്ത് എത്രയും വേഗം ഓടയിലെ മാലിന്യം നീക്കം ചെയ്ത് അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ. ശ്രീനാരായണ ഗുരു 170ാമത് ജയന്തി ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് പറവൂർ SNDP യൂണിയനിൽ പര്യടനം നടത്തി. SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ഷൈജു മറക്കപ്പടി ദിവ്യ ജ്യോതി പര്യടനത്തിന് നേതൃത്വം നൽകി. വയനാട്ടിലെ ദുരിതബാധിതർക്ക് തന്റെ സമ്പാദ്യക്കുടുക്കയിലെ പണം നൽകി 7 വയസ്സുകാരി ഇസ. പണം തൃശൂർ പെണ്ണുകര ഗവൺമെന്റ് UP സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് സൂസൻ ജോർജിനെ കൈമാറി. വയനാടിന് ആശ്വാസമായി ഓർത്തഡോക്സ് സഭ. മലങ്കര മെത്രാപ്പൊലീത്ത ബസലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയും മെത്രാപ്പൊലീത്തമാരും സഭാ ഭാരവാഹികളും ക്യാമ്പുകൾ സന്ദർശിച്ചു. ദുരന്തബാധിതരെ കത്തോലിക്ക ബാവ ആശ്വസിപ്പിച്ചു. തൃശൂർ അരിമ്പൂർ കുടുംബശ്രീയുടെ വനിതാ ജനകീയ ഹോട്ടലിലെ ഒരു ദിവസത്തെ വരുമാനം വയനാട്ടിലെ ദുരിതബാധിതർക്ക്. തുക മണലൂർ MLA മുരളി പെരുന്നല്ലി ഏറ്റുവാങ്ങി. കാപ്പ ഉത്തരവ് പ്രകാരം നാടുകടത്തിയയാൾ ഉത്തരവ് ലംഘിച്ച് നാട്ടിലെത്തിയപ്പോൾ പോലീസ് പിടിയിലായി. പിടിയിലായത് കൊടുങ്ങല്ലൂർ പോലീസിന്റെ റൌഡി ലിസ്റ്റിലുള്ള ലോകമലേശ്വരം സ്വദേശി മുഹമ്മദ് സ്വാലിഹ്. തൃശൂർ റവന്യൂ ജില്ലയിൽ 6 മാസക്കാലത്തേക്ക് സ്വാലിഹിനെ വിലക്കിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 78ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നെല്ലിമരച്ചോടും തേനീച്ചക്കൂടും സ്മരണിക പുറത്തിറക്കി തൃക്കരിപ്പൂർ മൈത്താണി ഗവൺമെന്റ് LP സ്കൂൾ. പഴയ വിദ്യാലയാനുഭവങ്ങൾ പങ്കുവെക്കുന്ന സ്മരണിക നാടിന് സമർപ്പിച്ചതിന്റെ സന്തോഷത്തിലാണ് ആദ്യകാല വിദ്യാർത്ഥികളും നാട്ടുകാരും. കാസർഗോഡ് വലിയ പറമ്പിൽ നിർദ്ദിഷ്ട തീരദേശ ഹൈവേയുടെ അലൈൻമെന്റ് അന്തിമമാക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു. ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തി. പാത കടലോരത്തുകൂടി വന്നാൽ 40ഓളം വീടുകളും കെട്ടിടങ്ങളും സംരക്ഷിക്കാനാവുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ.